നമസ്കാരം. ഗൾഫ് മേഖലയെ രക്തരൂക്ഷിതമാക്കി ഇറാൻ്റെ യുദ്ധക്കപ്പലുകൾ UAE ചോരക്കളമാക്കി മാറ്റി. ഇറാനിൽ നിന്നുള്ള മിസൈൽ ഭീഷണിയെ തുടർന്ന് ആ രാജ്യവുമായിട്ടുള്ള എല്ലാവിധ വ്യാപാര സാമ്പത്തിക ഇടപാടുകളും പൂർണ്ണമായിട്ടും നിർത്തിവെച്ചുകൊണ്ട് UAEയുടെ ഞെട്ടിക്കുന്ന ഒരു നീക്കമുണ്ടായിരിക്കുന്നു. പ്രാദേശികമായിട്ടുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണി ഉയരുന്നതുമാണ് ഇത്തരമൊരു കടുത്ത തീരുമാനമെടുക്കാൻ UAE സർക്കാരിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ കൈമാറ്റങ്ങളും സാമ്പത്തിക ഇടപാടുകളും നിർത്തിവെച്ചതായിട്ടാണ് UAE വിദേശകാര്യ മന്ത്രാലയ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ അഫ്ര അൽ ഹമേലി ഇതിനെക്കുറിച്ച് വ്യക്തമാക്കിയത്. തങ്ങൾക്ക് നേരെ വന്ന 2 ബാലിസ്റ്റിക് മിസൈലുകളും സമുദ്രത്തിലെ നാവിഗേഷനെ ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് സ്ഥിരീകരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കുന്നത്. ഇറാനിൽ നിന്ന് തൊടുത്ത 2 മിസൈലുകളിൽ ഒന്ന് UAEയുടെ സമുദ്രാതിർത്തിക്ക് പുറത്തും മറ്റൊന്ന് അതിർത്തിക്കുള്ളിലുമാണ് പതിച്ചത്. അന്താരാഷ്ട്ര നിയമങ്ങളും ആഗോള മാനദണ്ഡങ്ങളും പാലിച്ച് സാമ്പത്തിക വ്യവസ്ഥയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നും സമാധാനത്തിനും പ്രാദേശിക സഹകരണത്തിനും UAE എപ്പോഴും മുൻഗണന നൽകുന്നുണ്ട് എന്നും അധികൃതർ പറഞ്ഞു വെക്കുമ്പോഴും യുദ്ധം ആസന്നമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേയില്ല. എത്ര കാലത്തേക്ക് വിലക്ക് തുടരണമെന്നോ നിയന്ത്രണങ്ങളുടെ വ്യാപ്തി എത്രത്തോളമാണെന്നോ ഉള്ള കാര്യങ്ങളിൽ മന്ത്രാലയം തൽക്കാലം കൂടുതൽ വിശദീകരണങ്ങളൊന്നും നൽകിയിട്ടില്ല. പശ്ചിമേഷ്യൻ സുരക്ഷ അപകടത്തിലായതാണ് ഈ തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാനുമായുള്ള വ്യാപാര രംഗത്ത് കാലങ്ങളായി പ്രധാന കേന്ദ്രമായി പ്രവർത്തിച്ചു പോകുന്ന UAEയുടെ ഈ തീവ്ര നിലപാട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങളെ വരും ദിവസങ്ങളിൽ രൂക്ഷമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എക്സ്പോർട്ട് മേഖലയിലും ഇത് കനത്ത തിരിച്ചടിയാകും. അതേസമയം തന്നെ UAEയുടെ മിസൈൽ ആക്രമണ ആരോപണം ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഖായി പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിനും മേഖലാ സുരക്ഷയ്ക്കും തിരിച്ചടിയാകുന്ന വ്യാജ പ്രചരണമാണ് ഇതെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തു. അപ്പോൾ അതിനിടെ ഇറാനുമായിട്ട് ചർച്ചകളോ ആശയവിനിമയമോ നടക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയാണ് എന്നും കടലിടുക്കിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന മൈനുകൾ നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. സ്വന്തം സാമൂഹ്യ മാധ്യമമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലെ കുറിപ്പിലൂടെയായിരുന്നു ട്രംപിൻ്റെ ഈ അവകാശവാദമൊക്കെ. ഇറാനുമായിട്ട് ചർച്ചകളോ ആശയവിനിമയമോ നടക്കുന്നില്ല എന്നും അത്തരത്തിലൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നും നാവിക ഉപരോധം പൂർണ്ണമായിട്ടുള്ള തോതിൽ തുടരുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്നും കടലിൽ സ്ഥാപിച്ചിരുന്ന മൈനുകളെല്ലാം തന്നെ നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെക്കുമ്പോൾ അതിനുള്ളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയും യുദ്ധം അവസാനിക്കുന്നില്ല എന്ന് തന്നെയല്ലേ. അതിനിടെ US സമാധാന കരാറിൽ എത്തുന്നത് വരെ പേർഷ്യൻ ഗൾഫിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. UAE തുറമുഖങ്ങളിൽ നിന്നുള്ള കപ്പലുകൾക്ക് അന്താരാഷ്ട്ര സമുദ്രത്തിലേക്ക് കടക്കാൻ ഈ വഴി മാത്രമാണ് ഏക ആശ്രയമെന്ന് പറയപ്പെടുന്നത്. മിസൈൽ ഭീഷണി ഉണ്ട് എന്ന മുന്നറിയിപ്പ് സന്ദേശം UAEയിലെ ജനങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ അടിയന്തര സന്ദേശമായിട്ട് എത്തിയതോടെ രാജ്യത്താകെ വമ്പൻ പരിഭ്രാന്തി പടർന്നു പിടിച്ചിരിക്കുന്നു. സുരക്ഷിത കെട്ടിടങ്ങളിലേക്ക് മാറാൻ ആഭ്യന്തര മന്ത്രാലയം ജനങ്ങളോട് ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് UAE ദേശീയ എണ്ണ കമ്പനിയായിട്ടുള്ള അഡ്നോക്കിൻ്റെ ടാങ്കറുകൾക്ക് നേരെ ഈ മേഖലയിൽ ആവർത്തിച്ച ആക്രമണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര എണ്ണക്കടത്തിനും ഊർജ്ജ വിപണിക്കും ഇത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കഴിഞ്ഞ 2026 നമുക്കറിയാം ഫെബ്രുവരി 28 മേഖലയിൽ സംഘർഷം പുകഞ്ഞു തുടങ്ങിയ ശേഷം ഏകദേശം 3000-ഓളം മിസൈലുകളും ഡ്രോണുകളുമാണ് UAEക്ക് നേരെ എത്തപ്പെട്ടത് എന്നുള്ളതാണ്. മേഖലയിലെ മറ്റൊരു രാജ്യത്തിനും നേരിടേണ്ടി വരാത്ത അത്ര വലിയ ആക്രമണത്തിനാണ് UAE സാക്ഷ്യം വഹിച്ചത് എന്നുകൂടി പറയട്ടെ. ജൂണിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടാക്കിയ ധാരണാപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്രമണങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ശമനമുണ്ടായി. എന്നാൽ ഈ ധാരണാപത്രം അടുത്തിടെ പൂർണ്ണമായിട്ടും തകർന്നതോടുകൂടിയാണ് പശ്ചിമേഷ്യ വീണ്ടും യുദ്ധമുനമ്പിലായത്. ലോകത്തിൻ്റെ ഊർജ്ജ വിതരണത്തിൽ സുപ്രധാന പങ്ക് വഹിക്കുന്ന പേർഷ്യൻ ഗൾഫിലെ സുരക്ഷ അത് തകരാറിലായത് അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കുതിച്ചുയരുവാൻ വലിയ കാരണമായി എന്നുള്ളതാണ്. ആഗോള സാമ്പത്തിക മേഖലയെ തന്നെ ഇത് കടുത്ത സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതിർത്തികളിലെ സമാധാന അന്തരീക്ഷം തകരുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാണ് എന്ന് UAE വിദേശകാര്യ മന്ത്രാലയം പറയുകയും ചെയ്യുന്നു. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായിട്ട് ഇടപെടണമെന്ന ആവശ്യം കൂടി ശക്തമാകുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്ന ട്രംപിൻ്റെ അനുയായിയായിട്ടുള്ള ജാരദ് കുഷ്നർ നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കരാറിലെത്താൻ ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അങ്ങനെ ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും US മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നാണ് കുഷ്നർ പറയുന്നത്. നേരത്തെ ഹോർമൂസ് കടലിടുക്കിനെ അമേരിക്കയുടെ പുതിയ ഭൂപ്രദേശമായിട്ട് ട്രംപ് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ട്രൂത്ത് സോഷ്യൽ ഹോർമൂസിനെ അമേരിക്കയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കുന്ന മാപ്പ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം ഉണ്ടായത് പോലും.
തന്ത്രപ്രധാനമായിട്ടുള്ള പാതയ്ക്ക് മേൽ അമേരിക്കയ്ക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട് എന്നുകൂടി അദ്ദേഹം അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു അത്. ജൂൺ മാസത്തിൽ ഒപ്പുവെക്കപ്പെട്ട ഇടക്കാല കരാറിലെ ഇറാൻ്റെ നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നിടം വരെ ഹോർമുസ് അടഞ്ഞു കിടക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ്റെ നിലപാട്. ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള ഉപരോധം നീക്കുക, ഇറാൻ്റെ ആസ്തികൾ മരവിപ്പിച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയവയാണ് ഇറാൻ്റെ നിബന്ധനകൾ എന്ന് പറയപ്പെടുന്നത്. ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രം യുദ്ധമില്ലാതെ മുന്നോട്ട് പോകും. ഇവ അംഗീകരിക്കാത്തിടത്തോളം ഹോർമൂസ് കടലിലൊക്കെ അടഞ്ഞു കിടക്കുമെന്ന് ഇറാന് വേണ്ടിയിട്ട് മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്ന ഉന്നതർ മുഹമ്മദ് ബാഖർ ഖാലിബാഫ് ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമത്തിൽ നൽകിയ പ്രസ്താവനയിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രസ്താവന എന്ന് പറയപ്പെടുന്ന ഗൾഫ് മേഖലയെ രക്തരൂക്ഷിതമാക്കുന്ന തരത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതായത് ഇറാൻ്റെ യുദ്ധക്കപ്പലുകൾ UAE ചോരക്കളമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വീണ്ടും ഒരു യുദ്ധം എന്നുള്ള സംവിധാനത്തിലേക്ക് ചെല്ലുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.